പ്രണയവിവാഹമാണോ? അതെ അതെ, പ്രണയ വിവാഹമാണ്. ലവ് മാരേജ് കം അറേഞ്ച് മാരേജ്. എത്ര വർഷത്തെ പ്രണയമാണ്? 6 വർഷമായി ഞങ്ങൾ പ്രണയം തുടങ്ങിയിട്ട്. പ്രപ്പോസൽ ഇല്ല, ഞാൻ വീട്ടിൽ വന്ന് പ്രപ്പോസൽ കൊണ്ട് വെച്ച്, അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസൽ ആ സീനില്ല. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ തമ്മിൽ ആ ബോണ്ടിങ് ആണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കാനും പറയാനൊന്നുമില്ല. അതും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ മനസ്സിലായി ഞങ്ങളുടെ വൈബ് എല്ലാം ഒരേപോലെയാണ്. ഞങ്ങളുടെ സ്വഭാവം എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. അങ്ങനെ അത് കറക്റ്റായി സെറ്റായി. വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ ഓക്കെ അല്ല, ഓക്കെ ആണെന്നുള്ള സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഓക്കെ ആക്കി എടുത്ത്. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താണ്? എനിക്കൊരു അമ്മയാണ്, എനിക്കൊരു മോളാണ്, എനിക്കൊരു സുഹൃത്താണ്. അതിനും വലുത് വേറെ എന്താണോ? അയാള് എന്നെ ദൈവത്തെ പോലെ ബഹുമാനിക്കുന്നു. ആ റെസ്പെക്ട് നമുക്ക് വൈഫിൽ നിന്ന് കിട്ടുന്നു, ഞാനും തിരിച്ചത് കൊടുക്കുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലാക്കുക, റെസ്പെക്ട് കൊടുക്കുക ഈ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ വെറുതെ ലവ് മാത്രമല്ല, നമുക്ക് ജസ്റ്റ് പ്രണയം മാത്രമല്ല, അങ്ങോട്ട് റെസ്പെക്ട് ഈച്ച് അതർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് മെയിനായിട്ട് എനിക്ക് അയാളിൽ ഇഷ്ടപ്പെട്ടത്. പിടിച്ചു വായിക്കുന്നതല്ല, അല്ലാതെ നമ്മുടെ സ്വഭാവം അവരോട് ചേർന്ന് പോകുമ്പോൾ റെസ്പെക്ട് നമുക്ക് കിട്ടുമ്പോഴല്ലേ. പ്രണയം പക്ഷെ റെസ്പെക്ട് എന്ന് പറയുന്നത് വല്ലാത്ത അത് ശുദ്ധിതല്ലേ. ഇണക്കവും പിണക്കമൊക്കെ എന്തായാലും സ്നേഹത്തിന്റെ ഇടയിൽ ഉണ്ടാവും. പക്ഷെ നീണ്ടു പോകാത്ത ഒരാളെ ബഹുമാനിക്കാന്ന് പറയുന്നത് ഡിഫറെന്റ്. നെഗറ്റീവ് കമന്റ് എന്താണ് മറുപടി കൊടുക്കാറുള്ളത്? അല്ല, നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് കമന്റ് എല്ലാവർക്കും ഇടാലോ, ഓരോരുത്തരുടെ ചിന്താഗതി. നമ്മൾ അത് നോക്കുന്നില്ല. നമ്മൾ നമ്മളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്തിട്ടാലും നെഗറ്റീവ് കമന്റ് ഉണ്ട്, എന്ത് നല്ലതിട്ടാലും നെഗറ്റീവ് കമന്റ് ഉണ്ട്. നമുക്ക് അതിനൊന്നും നോക്കണ്ട. നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾ വേറെ ചെയ്യാൻ നിൽക്കുന്നത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അത്രേ ഉള്ളൂ. സാരിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിക, അതൊന്നും ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കൈൻഡ് ഓഫ് നമ്മുടെ എന്താണ് എലമെന്റ്സ്, നമ്മുടെ ഭൂമിയിലുണ്ടായിരിക്കുന്ന എലമെന്റ്സിനാണ് ഞാനത് ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ദേവിയുടെ കഴിഞ്ഞുള്ള തൃശൂലം, കലശം, ശംഖ്, ചക്ര, അതെല്ലാം ഞാൻ ഇതിനകത്ത് എംബ്ലിഷ് ചെയ്തിട്ടുണ്ട് ബ്ലൗസിൽ. അതുപോലെ തന്നെ ജലനാഗമാണ് ചെയ്തിരിക്കുന്നത് പുറത്തിൽ. അതെല്ലാം നാഗത്തെ സൂചിപ്പിക്കുന്നു, നാഗ ഡിസൈൻ. ആൻഡ് ഇതിൻ്റെ ബീഡ്സ് എല്ലാം നാഗത്തെ മാതിരി. അങ്ങനെ പലതിലും പല ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് ഒരു ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ആവാഹിച്ചിട്ടാണ് ഒരു കല്യാണത്തിനോട് നമ്മൾ ഇറങ്ങുന്നത് എന്നുള്ളൊരു